ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലാണ് കേട്ടോ. ഓണാഘോഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുഷ്പോത്സവം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡിസംബർ 20-ാം തീയതി മുതലാണ് പുഷ്പോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ന് 21 കേട്ടോ, 21. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒരുവിധം ആയി വരുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടിക്കറ്റാണ് 100 രൂപയാണ് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ ഉണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. ഒരു 2 ദിവസം ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാവും. അതോടുകൂടി ബാക്കിയുള്ളവർക്ക് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സെറ്റായിരിക്കും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് കണ്ട് ആസ്വദിക്കാനും പുതുവത്സര അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. രാത്രി വരുമ്പോൾ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളും അതുപോലെ തന്നെ സ്റ്റാളുകളും ഗോശാല അങ്ങനെ തുടങ്ങി ഒരുപാട് ഈ ചെടികൾ വെച്ചിട്ട് തന്നെ ഒരുപാട് രൂപങ്ങൾ, വലിയൊരു സാന്റ, പിന്നെ ചെടിയൊക്കെ വെച്ചിട്ട് ആന, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായാലും മിസ് ചെയ്യേണ്ട. 100 രൂപയാണ് ടിക്കറ്റ് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോട്ടോ. അനന്തപുരി വീണ്ടും പോകുന്നു. ശാന്തിഗിരിയിലാണ് ഈ ഒരു വലിയൊരു പുഷ്പമേള നടക്കുന്നത്. ഡിസംബർ 20 മുതലാണ് സ്റ്റാർട്ടിങ്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചകളുമായിട്ട് ശാന്തിഗിരി ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ഷോ മാത്രമല്ല, ഹാപ്പിനെസ് ഗാർഡൻ, അമ്യൂസ്മെന്റ് പാർക്ക്, കാർഷിക വിപണനശാലകൾ, അക്വാ പെറ്റ് ഷോ, കൾച്ചറൽ പ്രോഗ്രാംസ്, ഷോപ്പിംഗ് ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ് എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരൊറ്റ ഫെസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 22-ാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ മേളയുടെ അവസാന റൗണ്ട് മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേള തുടങ്ങിയത് അറിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ടിക്കറ്റ് മുഖേനയാണ് നമുക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുക. 2 ദിവസം ഫ്രീ ആയിരുന്നു, നാട്ടുകാർക്കൊക്കെ അകത്ത് കയറി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ടിക്കറ്റ് ആയിരിക്കും. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ഈടാക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. മുഴുവനായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതൊക്കെ വന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് രൂപങ്ങളിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ട് പല രൂപങ്ങളിൽ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഫ്ലവേഴ്സ് അവർ അടുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഗാർഡൻ സെറ്റിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ മുകളിൽ ഒരു വലിയൊരു സാൻഡെ കണ്ടു. അതുപോലെ തന്നെ ഈ ഗാർഡനകത്ത് ഇതുപോലൊരു വലിയൊരു ആന, ഒന്നല്ല കേട്ടോ, 2 ആനകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ഏരിയയിലാണ് ഈ പുഷ്പോത്സവം നടത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ അവസാന റൗണ്ട് പണികൾ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ഫ്ലവർ സെറ്റായിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് സെറ്റാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ, അതെല്ലാം ഉണ്ട്. അതുപോലെ നമ്മൾ എല്ലാ മേളകളും കാണുമ്പോൾ ഒരുപാട് സ്റ്റാളുകളില്ലേ, അതുണ്ട്. അപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങാനും നമുക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് തന്നെ നമുക്കിവിടെ നടത്താൻ പറ്റും. പിന്നെ ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മൃഗങ്ങളുടെ പ്രദർശനമുണ്ട്. പിന്നെ കാർഷിക വിപണന മേളകളുണ്ട്. അതുപോലെ തന്നെ അങ്ങാടി മരുന്നുകൾ ഉള്ള അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ കാണിച്ചിട്ടുള്ള അങ്ങനെ ഒരു സെക്ഷനുണ്ട്. എന്തുകൊണ്ടും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രി വരികയാണെങ്കിൽ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൂടെ നമുക്ക് കണ്ട് പോകാൻ പറ്റും. ഇത് കഴിഞ്ഞ ഓണത്തിന് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ലൈറ്റ് ഹൗസാണ്. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുപോലെ പാറക്കുളത്തിൽ നമുക്ക് വാട്ടർ ഫൗണ്ടേഷനൊക്കെ കാണാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ ഇതുപോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നില്ല, കാരണം വന്ന് കാണേണ്ട മേളയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു വിശേഷം ഉടനെ തന്നെ കാണാമെന്ന വിശ്വാസത്തോടു കൂടി ബൈ.